ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ നിരന്തര ശല്യക്കാരായിക്കൊണ്ടിരിക്കുന്ന പല്ലി, എലി ഇവറ്റകളൊക്കെ എങ്ങനെ നമുക്ക് തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീടുകളിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവറ്റകളൊക്കെ ആട്ടി ഓടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വലിയ പീസ് ഫുള്ളായിട്ട് നമുക്ക് വേണ്ട ഇതിൻ്റെ ഒരു പകുതി മാത്രം മതിയാകും കേട്ടോ. നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ പല്ലിയുടെ ശല്യമൊക്കെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ചധികം എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പീസ് ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഇഞ്ചി നല്ലതുപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ടാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ചതച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കില്ലെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കടകളിൽ പോയിട്ട് രാസവസ്തുക്കളോ അല്ലാന്നുണ്ടെങ്കിൽ എലിവിഷോ എലിക്കണിയോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പൈസ മുടക്കില്ലാതെ തന്നെ നമ്മുടെ വീടുകളിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഇവറ്റകളൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ പ്രകൃതിക്കും തന്നെ ദോഷമൊന്നും വരുത്താത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു എലികളെയും പല്ലികളെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റും. നല്ലൊരു സൂത്രമാണിത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഒരു ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും കൂടി എഫക്റ്റീവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂണോളം ഉപ്പാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ലോണം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതിലേക്ക് ചേർക്കേണ്ടത്. അത്യാവശ്യം എരിവുള്ള തന്നെ ആയിക്കോട്ടെ. നമ്മൾ കാശ്മീരി മുളക് പൊടി ഒന്നും എടുക്കരുത്. അപ്പോൾ ഈ ഒരു മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യും അതുപോലെ തന്നെ ബിസ്ക്കറ്റുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നെയ്യും ബിസ്ക്കറ്റും കൂടി ഉണ്ടായാലേ ഈ എലിയൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ എലികളെയൊക്കെ നശിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെയും അതുപോലെ തന്നെ നെയ്യിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ എലിയെ ആകർഷിക്കും കേട്ടോ. അപ്പോൾ അത് കഴിക്കാനായിട്ട് വരുമ്പോൾ ഇത് കഴിക്കും. ഇത് ഫുള്ളായിട്ട് അവർ കഴിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു മുളക് പൊടി ആയാലും ഇഞ്ചി ആയാലും ഇഞ്ചിക്കൊക്കെ ഭയങ്കര എരിവായിക്കാരം, മുളക് പൊടി എരിവായിക്കാരം. അപ്പോൾ ഈ ഒരു മുളക് പൊടിയുടെയൊക്കെ എരിവൊക്കെ എലികൾക്ക് പെട്ടെന്ന് താങ്ങാൻ കഴിയില്ല. അവരുടെ ശരീരത്തിന് ഈ ഒരു എരിവ് തീരെ താങ്ങാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ ഒരു എലികളൊക്കെ ചത്ത് വീഴും കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ എവിടെയാണ് എലിശല്യം അതുപോലെ തന്നെ പല്ലിശല്യമൊക്കെ ഉള്ളത് വെച്ചാൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. പല്ലി ആയാലും തന്നെ ഇത് ഒന്ന് നക്കിയെടുക്കുക, അല്ലെങ്കിൽ അവരെ വയറ്റിലൊക്കെ നെത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചത്ത് വീഴും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ല ടിപ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീടുകളിൽ പല്ലി എലിശല്യമൊക്കെ കൂടുതലായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എന്ത് വേണമെങ്കിലും എടുക്കട്ടെ. പഴയ പാത്രങ്ങളോ ചെറിയ ഇതുപോലത്തെ മൂടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം. എന്നിട്ട് അതിൽ കുറേശ്ശായിട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് എലികളോ ഒക്കെ വരുന്ന ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പുറത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ പുറത്തായാലും നമ്മളെ കിച്ചണിലേക്കായാലും കൂടുതലായിട്ടും കാണുക. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ എലികളൊക്കെ അതിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്ത് കഴിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ എലികളൊക്കെ നമുക്ക് നശിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്